എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. 3.5 കോടി ജനങ്ങളിൽ എത്ര പേർ കേണലാവുന്നുണ്ട്? എന്റെ ഈ നേട്ടത്തിൽ ഒരു മലയാളിയും അഭിമാനം കൊള്ളണം. ഇതൊരാഘോഷമാക്കി മാറ്റണം. അതിന് ജനങ്ങളെ ആവേശം കൊള്ളിക്കുന്ന തരത്തിൽ വേണം പത്രമാധ്യമങ്ങൾ ഈ വാർത്ത കൊടുക്കാൻ. മീറ്റിംഗിന് ശേഷം ഇവിടെ ചിക്കൻ ബിരിയാണിയും പാനീയങ്ങളും ഏർപ്പാടാക്കിയിട്ടുണ്ട്. അത് വയറ് നിറയെ കഴിക്കൂ, എന്നിട്ട് എന്നെ പറ്റി എഴുതൂ. ജയ് ജവാൻ, ജയ് കിസാൻ, ജയ് ഹിന്ദ്. ദിവസേന പെട്രോളിന്റെ വില കുതിച്ചു വരികയാണ്. അവശ്യ സാധനങ്ങളുടെ വില കാരണം സാധാരണ ജനങ്ങൾ പൊറുതിമുട്ടുന്നു. പിന്നെ ലോഡ് ഷെഡിംഗ്. ഇതിനിടയിൽ ഒരാൾ കേണലാകുന്നതിന് എന്ത് പ്രസക്തിയാണുള്ളത്? എന്താ നമ്മുടെ പേര്? അനിൽകുമാർ. നോട്ട് ചെയ്തോ? അനിൽകുമാർ. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ചിക്കൻ ബിരിയാണി കഴിച്ച് നമുക്ക് പിരിയാം. താങ്കൾ വിളിച്ചു വരുത്തിയിട്ടാ ഞങ്ങൾ ഇവിടെ വന്നത്. ചിക്കൻ ബിരിയാണി തിന്നാനുള്ള കാശൊക്കെ ഞങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട്. 1-2 കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. പെട്ടെന്ന് ചോദിക്കൂ. പദവികൾ പലതും നിങ്ങൾ മേടിച്ചെടുത്തിട്ടുണ്ട്. പത്മശ്രീ, ഡോക്ടർ, അങ്ങനെ പലതും. ഈ പദവികളുടെയൊക്കെ അന്തസ്സിന് ചേർന്ന സിനിമകളും കഥാപാത്രങ്ങളുമാണോ നിങ്ങളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പദവി വേറെ, സിനിമ വേറെ. സിനിമയിലൂടെയാണല്ലോ പദവികൾ അടിച്ചെടുത്തത്. കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. ഞാനൊരു സെലിബ്രിറ്റിയാണ്, അത് ഓർമ്മ വേണം. ഈയിടെ വെക്കട വെടി എന്നൊരു കോടാലിപ്പടം ഇറങ്ങില്ലോ. അതുപോലുള്ള ചവറ സിനിമകളിൽ അഭിനയിക്കുന്നതിന് മുമ്പ് ഈ പദവികളെല്ലാം മടക്കി നൽകുക വേണ്ടത്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അപ്പോ ചിക്കൻ ബിരിയാണി. വയസ്സനായ താങ്കൾക്ക് 12ഉം 13ഉം വയസ്സുള്ള പെൺകുട്ടികളുടെ നായകനായിട്ട് അഭിനയിക്കുമ്പോ നാണം തോന്നാറില്ലേ? ഞാൻ വയസ്സനാണെന്ന് പറയാൻ നീയാണോ എനിക്ക് ജനന സർട്ടിഫിക്കറ്റ് തന്നത്? 10 രൂപ ഒരു വെള്ളക്കടലാസ് ഉണ്ടെങ്കിൽ വിവരാവകാശ നിയമപ്രകാരം ആർക്കും എന്തും അറിയാൻ കഴിയും. താങ്കളുടെ പ്രീ ഡിഗ്രി മാർക്ക് ലിസ്റ്റിന്റെ കോപ്പി എന്റെ കയ്യിലുണ്ട്. ഡേറ്റ് ഓഫ് ബർത്തും ഉണ്ട്. എന്താ കാണണോ? ദുബായിൽ +2 പഠിച്ച എന്റെ പ്രീ ഡിഗ്രി മാർക്ക് ലിസ്റ്റ് ഇവിടുന്ന് കിട്ടിയിരുന്നു. ഈയിടെ ഒരു പ്രധാനപ്പെട്ട നായകൻ താങ്കളുടെ സിനിമകളെയും വേഷങ്ങളെയും ഒരുപാട് പരിഹസിച്ചല്ലോ. അപ്പൊ എന്ത് തോന്നി? ഞാൻ ചിരിച്ചുപോയി. അങ്ങേർക്ക് മതിഭ്രമമല്ലേ, മതിഭ്രമം. പിന്നീട് അദ്ദേഹം വിളിച്ച് എന്നോട് മാപ്പ് പറഞ്ഞല്ലോ. അതൊരു ബ്ലാക്ക് ഹ്യൂമർ ആയിട്ട് കരുതിയാൽ മതി എന്ന് പ്രത്യേകം പറഞ്ഞു. ബ്ലാക്ക് ഹ്യൂമറോ? അതെന്തോന്ന് സാധനം? അത് ഈ ബ്ലാക്ക് ഹ്യൂമർ എന്ന് പറഞ്ഞ ഈ ആഫ്രിക്കയിലാണല്ലോ ഈ ബ്ലാക്ക് ഹ്യൂമർ ആദ്യമായി പൊട്ടി പുറപ്പെട്ടത്. അവിടെ മുഴുവൻ കറുത്ത വർഗക്കാരാണല്ലോ. അതുകൊണ്ടാ ബ്ലാക്ക് ഹ്യൂമർ എന്നുള്ള പേര് വന്നത്. രജനീകാന്തിന്റെ പടങ്ങളിലുള്ള ഷോട്ടുകൾ വരെ അതേപടി നിങ്ങളുടെ പടങ്ങളിലും കാണാം. മറ്റൊരു രജനീകാന്ത് ആവാനുള്ള ശ്രമമാണോ? എനിക്ക് ഞാനായാ മതി. എന്റെ പടങ്ങളുടെ DVD മുഴുവൻ 10ഉം 50ഉം തവണ രജനീകാന്ത് വീട്ടിലിരുന്ന് കാണുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങേര് എന്നെയാണ് അനുകരിക്കുന്നത്.